നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പരക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് CPM-നുള്ളിലെ വിഭാഗീയതയും അതുമൂലം ഇപ്പോൾ പാർട്ടി നേരിടുന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ അതാരും തുറന്ന് ചർച്ച ചെയ്യുന്നില്ല. ഒരുപക്ഷെ പാലക്കാടും വയനാടും ഒക്കെ ലഭിച്ച ആശ്വാസ വിജയത്തിൻ്റെ ഒരു പുകമറയിലാണ് കോൺഗ്രസ് ഇപ്പോൾ. പക്ഷേ ആ പുകമറയ്ക്കപ്പുറം കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ CPM-ലുള്ളതിനേക്കാൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പാളയത്തിലുള്ളതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് അരങ്ങേറുന്നത്. എന്തായാലും ഇപ്പോഴത്തെ പരക്കെ ഒരു സംസാരം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷന് UDF-നാണ് കേരളത്തിൽ സാധ്യത കൽപ്പിക്കുന്നത്. അങ്ങനെ UDF അധികാരത്തിലെത്തിയാൽ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്കായി കാത്തിരിക്കുന്ന പലർക്കും അത് കിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ പോകുന്നത് സാക്ഷാൽ പ്രിയങ്ക ഗാന്ധിയാണ് എന്നുള്ള തലത്തിലാണ് ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിൽ പിന്നിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? ഈ കോൺഗ്രസ് പാളയത്തിനുള്ളിലെ ഈ ഒരു തർക്കം അത് ഏത് ലെവലിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ? അല്ല, കോൺഗ്രസ് പാളയത്തിനുള്ളിലെ തർക്കം എന്ന് പറയുന്നത് അത് നമുക്ക് അളക്കാനാകാത്ത വിധം ആഴത്തിലുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിയും ഈ പറയുന്ന പോലെ ഒരു കെട്ടുറപ്പില്ലാതെ സുധാകരൻ KPCC പ്രസിഡന്റായി വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഈ പാർട്ടിയെ ഒരു സെമി കേഡർ സംവിധാനമാക്കി മാറ്റുമെന്നാണ്. സെമി കേഡർ സംവിധാനം പോയിട്ട് KPCC പ്രസിഡന്റിനെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് പോലും മറ്റു പല വാക്കുകളും ഉപയോഗിച്ചിട്ടാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ആ രീതിയിലേക്ക് നേതൃത്വം തന്നെ വഴിമാറുമ്പോൾ ഇവരെങ്ങനെയാണ് സെമി കേഡർ സംവിധാനം താഴേക്കിടയിലേക്ക് നടപ്പിലാക്കുന്നത്? സത്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഒരു വലിയ തകർച്ചയെ നേരിടുന്നുണ്ട്. ഈ തകർച്ചയെ കേരളത്തിലെ കോൺഗ്രസിനെയും ഈ തകർച്ച വളരെയധികം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ വയനാട് നേടിയ വിജയം, പാലക്കാട് നേടിയ വിജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള വിജയം, ഈ വിജയങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പിടിച്ചു നിൽക്കുകയാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ വിജയമല്ല പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലും നേടിയിട്ടുള്ളത്. വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ പച്ചയിലാണ് പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചതെന്ന് നമുക്കറിയാം. പാലക്കാടും അവരുടേതായ ഒരു കുത്തക മണ്ഡലമാണ്, ചില ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അവിടെ വിജയിക്കുന്നത്. പക്ഷേ ഇടതുമുന്നണിയും UDF-ഉം തമ്മിലൊരു ഫൈറ്റ് നടക്കുമ്പോൾ UDF-ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് കാട്ടിത്തരുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, കൃത്യമായ ഒരു രാഷ്ട്രീയ വിജയമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരേണ്ടതായിരുന്നു. അതിന് കഴിഞ്ഞില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ നേതൃത്വം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയോ കരുണാകരനോ AK ആൻ്റണിയോ ഒക്കെ കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ ഇരുന്നപ്പോഴുള്ളതുപോലെ ഒരു നേതാവ് അല്ലെങ്കിൽ അണികൾ അനുസരിക്കുന്ന ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിലില്ല. സുധാകരനെ ആരും അനുസരിക്കുന്നില്ല, സുധാകരൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല. സുധാകരൻ ഒരു പോസ്റ്റ് KPCC പ്രസിഡന്റ് എന്നൊരു കസേര അലങ്കരിച്ചിരിക്കുന്നു എന്നല്ലാതെ ആ പോസ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു അധികാര സ്ഥാനത്തിന് യാതൊരുവിധ വിലയും നമ്മുടെ പാർട്ടി പ്രവർത്തകർ കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഒരു അപജയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതായത് BJP അധികാരത്തിൽ വരും എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. നരേന്ദ്രമോദിയാകും 2014 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരിക എന്നും ആദ്യം മനസ്സിലാക്കിയത് കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ വളഞ്ഞിട്ടാക്രമിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചത്. ഈ ഗോദ്ര കൂട്ടക്കൊലയൊക്കെ നടക്കുകയും അതിന് പിന്നീട് അവിടെ ലഹളയുണ്ടാകുമ്പോഴുമെല്ലാം നരേന്ദ്രമോദിയെ ഫ്രെയിം ചെയ്യാനും ഒരു കാവ്യ ഭീകരത, അതായത് കോൺഗ്രസിൻ്റെ ഈ ഭരണത്തിന് ശേഷം BJP ഒരിക്കലും അടൽ ബിഹാരി വാജ്പേയി വന്നതുപോലെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കാവ്യ ഭീകരത എന്ന ഗൂഢാലോചനയൊക്കെ കോൺഗ്രസ് നടത്തിയത്. പക്ഷേ അതെല്ലാം പൊളിഞ്ഞു പോകുന്നു. കോൺഗ്രസ്സിന് അവരുടെ അഴിമതി മറച്ചു വയ്ക്കാനായില്ല. അങ്ങനെ BJP വീണ്ടും അധികാരത്തിൽ വരുന്നു. BJP അധികാരത്തിൽ വരുന്നു എന്ന് മാത്രമല്ല, പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അമ്പേ പരാജയപ്പെട്ടു പോകുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന ചെറിയ സൂചന നൽകിയത്. പക്ഷേ അതിനുശേഷം നടന്ന 8 തെരഞ്ഞെടുപ്പുകളാണ്, 8 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. ഈ 8-ൽ 6 കോൺഗ്രസ് അതിദയനീയമായി തോറ്റു. ജമ്മു കാശ്മീരിൽ ഒരു ഘടകകക്ഷിയുണ്ട്, നാഷണൽ കോൺഫറൻസ് എന്ന ഒരു ഘടകകക്ഷിയുണ്ട്. ജാർഖണ്ഡിൽ JMM എന്നൊരു ഘടകകക്ഷിയുണ്ട്. ഈ 2 സംസ്ഥാനങ്ങളിലല്ലാതെ നേർക്ക് BJP-യും കോൺഗ്രസും വരുന്ന ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ദയനീയമായ പരാജയത്തിലേക്ക് പോവുകയും ചെയ്തു. മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ കൂട്ടുകക്ഷികൾ ഉണ്ടായിരുന്നിട്ട് പോലും അവരുകൂടി കോൺഗ്രസിനോടൊപ്പം നശിച്ചു പോകുന്നത് നമ്മൾ കാണുന്നു. ഈ ഒരു അവസ്ഥ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ
പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒരു പച്ചത്തുരുത്തായി കാണുന്നത് കേരളത്തെയാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പച്ചത്തുരുത്തിനകത്തും അതിദാരുണമായ സംഘടനാ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അധികാരം പിടിക്കാൻ ഇപ്പോഴത്തെ കോൺഗ്രസ് കൂട്ടത്തിന് സാധിക്കാത്ത ഒരവസ്ഥയുമുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെയൊക്കെയാണ് പ്രശ്നമെങ്കിലും ഈ മറു സൈഡ് നമുക്ക് അറിയാം, കഴിഞ്ഞ ഒരു BJP അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ ഒരു പ്രഖ്യാപിത നയമായിരുന്നു കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ളത്. അത് ഏറെക്കുറെ രണ്ടാം മോദി സർക്കാർ വന്നപ്പോൾ അത് ഏറെക്കുറെ സാധ്യമായതുമാണ്. പക്ഷേ പിന്നീട് ഈ ദേശീയ തലത്തിൽ മറ്റ് ഇടതുപക്ഷ കക്ഷികളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുകയും അതിലൂടെ അവരൊരു ആശ്വാസ ജയം കണ്ടെത്തുകയും ചെയ്തു. ഈ പറഞ്ഞതുപോലെ ജയം അപ്പോഴും BJPക്ക് ആണെങ്കിൽ കൂടിയും BJPയുടെ ജയത്തിൻ്റെ ഒരു തിളക്കത്തെ ഒരല്പം ഒന്ന് മങ്ങലേൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ അല്ലെങ്കിൽ BJP ഉൾപ്പെടെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനുശേഷം ഈ സൂചിപ്പിച്ചതുപോലെ 8ഓളം നിയമസഭാ ഇലക്ഷനുകൾ നടക്കുന്നു. അതിൽ 6ഇടത്തും പരാജയം, 2ഇടത്ത് സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള വിജയം. ഇപ്പോഴും കോൺഗ്രസ്സിന് കൃത്യമായ ഒരു ധാരണയില്ല, അല്ലെങ്കിൽ കൃത്യമായ ഒരു ലക്ഷ്യബോധമില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. ഇവിടെ കേരളത്തിലെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ടിയിൽ തന്നെ ഓരോരുത്തരും വ്യക്തിപരമായി ഓരോ പാർട്ടികളായി മാറുന്ന കാര്യം. പണ്ടൊക്കെ ഗ്രൂപ്പ് വഴക്ക് സർവ്വസാധാരണ ആണെങ്കിൽ കൂടിയും ഇത്രയധികം ഗ്രൂപ്പുകളായി പിരിഞ്ഞുകൊണ്ട് തിരിഞ്ഞുകൊണ്ട് പരസ്പരം കത്തി ഓങ്ങിക്കൊണ്ടിറങ്ങുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ്, ഇല്ലേ? പ്രാദേശിക തലത്തിൽ എവിടെ സമ്മേളനങ്ങൾ നടത്തിയാലും CPM-നേക്കാളും ഗതികെട്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തമ്മിൽ ഒരു ഐക്യമില്ല. അതിനപ്പുറം ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട് സുധാകരൻ ഒരു ഗ്രൂപ്പ്, VD സതീശൻ മറ്റൊരു ഗ്രൂപ്പ്, ഇനി K മുരളീധരനാകട്ടെ ഇതിലൊന്നും പല കാര്യങ്ങളും താൻ അറിഞ്ഞില്ല എന്ന മട്ടിൽ നിൽക്കുന്ന, ഇപ്പോൾ സന്ദീപ് വാര്യരോടൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് പോലും അദ്ദേഹത്തിൻ്റെ ഒരു നീരസം അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ ഒരു ഒറ്റ ശബ്ദമായി കോൺഗ്രസ് നിൽക്കുക എന്നുള്ള ഒരു പഴയകാല കോൺഗ്രസിൻ്റെ ചരിത്രം അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ ബഹുസ്വരമാണ് അതിനുള്ളിൽ. അല്ല, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിന് പേര് കേട്ട പാർട്ടിയാണ് കോൺഗ്രസ്. അതെ, ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴേ നമ്മൾ പാർട്ടിയായി കാണുന്നത് കോൺഗ്രസിനെയാണ്. പക്ഷെ അപ്പോഴും കോൺഗ്രസിന് ഈ ബ്രാക്കറ്റ് പാർട്ടികളുടെ ഒരു തുടക്കം തന്നെ കേരളത്തിൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. പക്ഷെ അപ്പോഴും ഈ ഗ്രൂപ്പ് കളിക്കിടയിലും ഒരു ശക്തി അവർക്കുണ്ടായിരുന്നു. AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം ഒരു പരിധിവരെ സംഘടന ശക്തിപ്പെടാൻ ഉപകാരപ്രദമായിട്ടുണ്ട്. ഇവർ തമ്മിൽ അനാവശ്യമായി തെരഞ്ഞെടുപ്പ് വേളകളിലും മറ്റുമൊക്കെ കലഹിക്കുമ്പോഴാണ്, അധികാരത്തിന് വേണ്ടി കലഹിക്കുമ്പോഴാണ് ഇവരെ അധികാരത്തിന് പുറത്തേക്ക് ജനങ്ങളാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല കുമാറെ, ഈ ദേശീയ തലത്തിലുള്ള ഇവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ ബന്ധം നമുക്കറിയാം. പണ്ട് കാലങ്ങളിൽ K കരുണാകരനായാലും ആന്റണി ആയാലും വയലാർ രവി ആയാലും ഇവരൊക്കെ കേന്ദ്രത്തിൽ ശക്തമായ സ്വാധീനമുള്ളവരായിരുന്നു. ഇവിടുന്ന് പോയി തീരുമാനങ്ങൾ അവിടുന്ന് എടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഡൽഹിയിലേക്ക് ഒരു വിമാനത്തിൽ പോയി തീരുമാനങ്ങളുമായി അടുത്ത വിമാനത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ കോൺഗ്രസിന് വേണ്ടി. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ ഒരു 10 ദേശീയ നേതാക്കളെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊരു മലയാളി ഉണ്ടാകും, ഉറപ്പായിട്ടും 1-2 മലയാളികൾ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ കാര്യം ഇത്രയും അധികം ആൾക്കാരുണ്ടായിട്ട് കൂടിയും കാര്യം നേരെ തകിടം മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോഴും ഈ നിഴലായി കാണുന്ന KC വേണുഗോപാലിൻ്റെ നിഴൽ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ആരും തന്നെ ദേശീയ തലത്തിൽ പോലും ഒരു ഫിഗറായി മാറുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. അല്ല, KC വേണുഗോപാലിന് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഒക്കെ നല്ല അടുപ്പമുണ്ടായിരുന്നു. പക്ഷെ ആ അടുപ്പത്തിന് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കോട്ടം തട്ടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും KC വേണുഗോപാൽ ഈ നേതൃത്വവുമായിട്ടുള്ള അടുപ്പം കേരളത്തിൽ സംഘടന വളർത്തുന്നതിന് ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ഒത്തു നടന്നു. രാഹുൽ ഗാന്ധി എവിടെ പോകണം, എങ്ങോട്ട് തിരിയണം, എന്ത് സംസാരിക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് KCയാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ KCയുടെ വാർ റൂമുകളാണ് തുറന്നിട്ടുള്ളത്. പക്ഷേ ഈ വാർ റൂമുകളെല്ലാം അമ്പേ പരാജയപ്പെട്ടു. കേരളത്തിൽ പക്ഷേ ഒരു വാർ റൂം തുറക്കാൻ KCക്കായില്ല. കേരളത്തിൽ ഇവിടെ ധാരാളം ആളുകളുണ്ട്. അവരിന്മേൽ ഒരു അധീശത്വം സ്ഥാപിച്ചുകൊണ്ട് ഒരു നേതാവായി മാറാൻ KCക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു കേന്ദ്ര ബന്ധം KC അതിന് ഉപയോഗിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസ് സംഘടനാ തലത്തിൽ ഇവിടെ അങ്ങനെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സംഘടനാപരമായി കുറച്ചുകൂടി കോൺഗ്രസ് മെച്ചപ്പെടുമായിരുന്നു. പക്ഷേ ഈ കേരളത്തിൽ എന്തോ ചെയ്യട്ടെ, തനിക്ക് ഇതുണ്ട്, തൻ്റെ ഒരു ഔപചാരിക വൃന്ദം, അതുപോലെ തന്നെ തനിക്ക് ഇന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കണം, അങ്ങനെയൊക്കെയുള്ള ചില താല്പര്യങ്ങളുമായി അദ്ദേഹം ഈ രാഹുൽ ഗാന്ധിയുടെ ചുറ്റിലും കൂടി എന്നല്ലാതെ മറ്റൊരു പ്രയോജനവും KCയുടെ ഈ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനുണ്ടായിട്ടില്ല. പകരം VD സതീശനെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ പോലുള്ളവരെ ഒതുക്കി ഒരു ഭാഗത്തിരുത്തുന്നു. K സുധാകരനെ VD സതീശൻ മൈൻഡ് ചെയ്യുന്നില്ല. മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസ്
വേറൊരു വഴിക്ക് പോകുന്നു. KSU ആകെ അലുമ്പായി, രമേശ് ചെന്നിത്തല പാടെ അവഗണിച്ചിരിക്കുകയാണ്. KSU ആകെ അലുമ്പായി കിടക്കുന്നു. ഇങ്ങനെ ഒരു സംഘടനാ സെറ്റപ്പാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനുള്ളത്. അത് മാത്രമല്ല കുമാർ, എനിക്ക് എപ്പോഴും ഒരു അതിശയം തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അവർ ഒക്കെ തന്നെ ഈ ദേശീയ തലത്തിലായാലും അന്തർദേശീയ തലത്തിലായാലും പല പദവികൾ അലങ്കരിച്ചിരുന്നപ്പോഴും ഇവരുടെ എല്ലാം കണ്ണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലായിരുന്നു. അത് ഇപ്പോഴും ഇവരുടെ ഒരു, നമ്മൾ പറയില്ലേ, കൊതി എന്ന് പറയും മലയാളത്തിൽ, ആ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള ഒരു കൊതി ഇവർക്ക് ആർക്കും തീർന്നിട്ടില്ല. ഇപ്പോൾ MP ആയിരിക്കുന്ന ശശി തരൂരായിരിക്കട്ടെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആവട്ടെ, എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിയങ്ക ഗാന്ധി, വയനാട് നിന്ന് MP ആയി ജയിച്ചു പോയ പ്രിയങ്ക ഗാന്ധി വരെ കണ്ണ് നട്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കാണെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് ഇവർക്കെല്ലാവർക്കും ഈ മുഖ്യമന്ത്രി കസേരയോടുള്ള ഇത്ര ഒരു അടുപ്പം? അല്ല, സത്യത്തിൽ AK ആന്റണി പോലും അവസാന കാലഘട്ടത്തിൽ വൈസ് പ്രസിഡന്റ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന്റെ കണ്ണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലോട്ടായിരുന്നു. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റോ ഒക്കെ ആക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് പ്രതീക്ഷ അസ്തമിച്ചു. കാരണം ഈ ഇടക്കാലത്തെങ്ങും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലൊരു ഗവൺമെന്റ് ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പ്രവർത്തനം എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ വന്ന് ഒതുങ്ങി കഴിയുകയാണ്. ഇതുപോലെ തന്നെയാണ് പല നേതാക്കളും. ഇപ്പോൾ MLA ആവുക അല്ലെങ്കിൽ MP ആവുക എന്നതിൽ കവിഞ്ഞ് ഇവർക്കൊന്നും ആഗ്രഹിക്കാൻ പറ്റില്ല. ഒരു മന്ത്രിയാകാൻ പറ്റില്ല, കാരണം സംസ്ഥാനത്ത് ഭരണമില്ല. കേന്ദ്രമന്ത്രിയാകണമെങ്കിൽ കേന്ദ്രത്തിൽ ഭരണമില്ല. MP ആകാനും MLA ആകാനും മാത്രമേ ഇവർക്കൊക്കെ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു മടുപ്പ് സംഘടനാ തലത്തിൽ. അപ്പൊ ആകെ സമയമുള്ളത് സ്വപ്നം കാണാനാണ്. അത് കാണുമ്പോൾ അതിന്റെ മാക്സിമം ലെവലിൽ മുഖ്യമന്ത്രി എങ്കിലും ആകണമെന്ന രീതിയിൽ ഉള്ള സ്വപ്നം കാണുകയാണ് ഇവരൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് അല്ലേ കുമാർ? മാത്രമല്ല, ഇവരുടെ ഈ സംഘടനാപരമായ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്തത് കൊണ്ടാണ് ഓരോ നേതാക്കളും ഓരോ ദ്വീപുണ്ടാക്കി അതിൽ കഴിയുന്നത്. നേരത്തെ പറഞ്ഞ ശശി തരൂർ, അദ്ദേഹം വേറൊരു മായാലോകത്തിലാണ്. പാർട്ടിയുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കാനും നാടുനീളെ സ്ലിപ്പ് കൊടുക്കാനും നടക്കണമെന്നതൊഴിച്ചാൽ ഈ പാർട്ടി പ്രവർത്തകർക്ക് ഒരു ആവശ്യം വന്നാൽ കാണാൻ പോലും ഈ ശശി തരൂർ തയ്യാറല്ല. അപ്പോൾ ശശി തരൂർ മറ്റൊരു ലോകത്തിലേക്ക് നടക്കുകയാണ്. ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ എപ്പോഴും ഭീഷണിയായി മാറുന്നത് ലീഗാണ്. ഇനിയിപ്പോൾ ഏറ്റവും വലിയൊരു ആവശ്യം ലീഗിന്റെ ഭാഗത്തു നിന്നും വരും. ചിലപ്പോൾ മുഖ്യമന്ത്രി കസേര അവർക്ക് വേണമെന്ന് വരാൻ ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. കുഞ്ഞാലിക്കുട്ടി അതിന് കച്ചകെട്ടിയിരിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും അത് ഈ രമേശ് ചെന്നിത്തലയെ ഇപ്പോൾ ഒന്ന് ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് ആക്കിയത് തന്നെ NSS കടുംപിടുത്തം പിടിച്ചിട്ടാണ്. അല്ലാതെ ഒരു സംഘടനാ രീതിയിൽ അദ്ദേഹത്തിന് വളരാൻ സാധിക്കുന്നില്ല. VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പോലും ഗംഭീര പരാജയമാവുകയാണ്. അതാണ് ഈ കഴിഞ്ഞ LDFന്റെ തുടർഭരണം നമുക്ക് കാട്ടിത്തരുന്നത് കേരളത്തിലുണ്ടായത്. ഈ അസംബ്ലിയിലൊക്കെ ഘോരഘോരം സംസാരിക്കുമെന്നല്ലാതെ ഭരണപക്ഷത്തെ വെട്ടിലാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിനും പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെയാണ് KS സുധാകരൻ അവിടെ KPCC പ്രസിഡന്റ് ആയപ്പോൾ എല്ലാവരും ചിലതൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ KS സുധാകരന്റെ അനാരോഗ്യം വന്നു. പിന്നീട് അദ്ദേഹത്തിന് സുധാകരനെ അല്ലാതായി മാറി. അത് മാത്രമല്ല കുമാർ, ഈ പണ്ട് കാലത്ത്, ഇപ്പൊ കരുണാകരന്റെ കാലത്തായാലും ഉമ്മൻചാണ്ടിയുടെ കാലത്തായാലും ഈ വളർന്നു വരുന്ന കോൺഗ്രസ് നേതാക്കളെ വളരാൻ അവർ അനുവദിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു മണ്ണും വളവും ഒക്കെ ഇവർ തന്നെ തയ്യാറാക്കി കൊടുത്തിരുന്നു. ആവശ്യത്തിന് ഒരു പ്രൊമോഷനൊക്കെ കൊടുത്തിരുന്നു. ഇപ്പൊ മാത്യു കുഴൽനാടനെ പോലുള്ളവരൊക്കെ നിയമസഭയിൽ ഘോരഘോരം വാദിക്കുന്നുണ്ടെന്നതിനപ്പുറം അവർക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ഉള്ള ഒരു വേദി കോൺഗ്രസ് കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു കഷ്ടം ആയിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. മാത്യു കുഴൽനാടൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എത്ര ഉശിരൻ ആരോപണങ്ങളാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തെ ഒന്ന് പിന്താങ്ങാൻ പോലും പാർട്ടിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്നതിലും പ്രൊമോഷൻ പുതിയതായി വന്ന സന്ദീപ് വാര്യർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പാലക്കാട് സീറ്റ് കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു വലിയ സംഘടനാപരമായ രീതികളുണ്ട്. ഈ സംഘടനാ രീതികൾക്ക് അതീതമായി കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്. കാര്യം അർഹിക്കുന്ന പരിഗണന പലർക്കും കിട്ടുന്നില്ല. പാർട്ടിയിൽ സീനിയോറിറ്റി ഉള്ള, പാർട്ടിയിൽ വർഷങ്ങളായി പാർട്ടിയുടെ ആദർശങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കളുണ്ട്. എന്തൊക്കെ വന്നാലും അവർ തങ്ങളുടെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന് വിചാരിച്ച് കോൺഗ്രസിനോടൊപ്പം തന്നെ നിലയുറപ്പിച്ച ഒരു പറ്റം സീനിയർ നേതാക്കൾ. പക്ഷേ അവർക്കാർക്കും വിചാരിച്ച രീതിയിലുള്ള പരിഗണന കിട്ടിയിട്ടില്ല, വിചാരിച്ച രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടില്ല. അതിൽ അവർ അസംതൃപ്തരാണ്. അതിൻ്റെ ഫലമാണ് കേരളത്തിൽ ഇന്നത്തെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ അപജയം എന്ന് തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ കിട്ടുന്ന വ്യക്തമായ
സൂചന. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് ചുവട് മാറ്റിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ച് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലായാൽ പോലും കേരളത്തിൽ ഒരു UDF മന്ത്രിസഭ ഉണ്ടാകുമെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാഗമായി കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധി. ഉത്തർപ്രദേശിൽ ഇനി ഇടക്കാലത്തെങ്ങും അവർക്കൊരു ഇടം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവിടെ UDFന് എന്തെങ്കിലും തരത്തിലുള്ള മേൽക്കൈ ലഭിക്കുകയാണെങ്കിൽ, സർക്കാർ രൂപീകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ, തീർച്ചയായും ഈ പറയുന്ന KC വേണുഗോപാലും VD സതീശനും K സുധാകരനും ഒക്കെ വിയർപ്പ് ഒഴുക്കുന്നത് വെറുതെയാകും. ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചാടിക്കയറി ഇരിക്കാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയുമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പകരം വയനാട്ടിലേക്ക് റോബർട്ട് വാദ്ര മത്സരിക്കാനെത്തുകയും ചെയ്യും. ഇവിടെ അമിത്ഷായുടെ ഒരു ചാണക്യതന്ത്രം കൂടി നമുക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല. കാര്യം ഈ കോൺഗ്രസിലെ ഈ കൃത്യമായ അപജയം കണ്ടറിഞ്ഞു തന്നെ അദ്ദേഹം കൊള്ളാവുന്നുള്ള പല നേതാക്കളെയും BJPയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം ഇല്ലേ. അത് വടക്കൻ സംസ്ഥാനങ്ങളിലാണ് തുടക്കമെങ്കിൽ കൂടിയും ഇപ്പോൾ ഇത് തെക്കിൽ അത് ആവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പ് നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന്റെ പ്രബലരായ പല നേതാക്കളെയും ഈ തിരുവനന്തപുരത്ത് തന്നെ BJPയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇനിയും അത് തുടരും എന്ന് തന്നെയാണ് വ്യക്തമായ സൂചന. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് അസംതൃപ്തരായി ഒരുപാട് പേര് പാർട്ടിക്കുള്ളിലുണ്ട്. ഈ സന്ദീപ് വാര്യർ ഇവിടുന്ന് അങ്ങോട്ട് പോയത് അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു CPMന്റെ പ്രബലനായ ഒരു നേതാവ് പോലും BJP പ്രവേശനത്തിന് തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിന് പിന്നാലെ ഇനി ഒരുപാട് പേർ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്താനുള്ള സാധ്യത ഇതോടുകൂടി കൂടുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് വരുന്ന 2 തെരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ദി ഗ്രാൻഡ് ഫൈനൽ. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ LDFന്റെ കാര്യമാണ് പറഞ്ഞത്, അതിനൊപ്പം തന്നെ കോൺഗ്രസും ഇവിടെ ചക്രശ്വാസം വലിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണാൻ പോകുന്നത്. നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.